എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിന് ഇന്ന് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സണ്ണാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ, ബാഡായിട്ടുള്ള സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നത്. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളിൽ ഇപ്പോൾ ഫോക്കസ്ഡ് ആവാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ജഡ്ജ്മെൻ്റാണ് വന്നിട്ടുള്ള. കുറേ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തിനാണ് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഹൈ ആവുന്നുണ്ട്. അപ്പോൾ അതിനെ വളർത്തിയെടുക്കുക. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് പവറുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല സൈൻ തരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ ഒരുപാട് സൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 9 ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് കാര്യമായാലും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ എഫേർട്ട് ഇട്ടതിനനുസരിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. കാരണം സണ്ണ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ സക്സസ്സിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം പകുതിക്ക് വെച്ച് നിങ്ങൾ നിർത്തിയിട്ട് പോകാതിരിക്കുക. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം നമുക്ക് ലൈഫിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആവേശം മാത്രം പോരാ. ചില കാര്യങ്ങളിൽ നമുക്ക് ക്ഷമ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. കണ്ടില്ലേ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്ത് കാര്യമായാലും നിങ്ങൾക്ക് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ നമുക്ക് അത്യാവശ്യമാണ്. ക്ഷമയോടുകൂടി വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് എന്ത് കാര്യവും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുക. നൈറ്റ് ഓഫ് കണ്ടില്ലേ, വെയിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യുക, പക്ഷേ അത് വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പുതിയ തുടക്കം തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫിലൊരു സ്റ്റക്നെസ് ആവശ്യമാണ് നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ഫോക്കസ് കൈവിടാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. 10 ഓഫ് വാണ്ട്സ് ആണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. പക്ഷേ ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്. വേണ്ടാത്ത റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നിങ്ങൾ എടുത്ത് തലേ വെക്കേണ്ട കാര്യം ഇല്ല എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ചിലതൊക്കെ നിങ്ങളാൽ ചുറ്റപ്പെട്ട് തന്നെ കിടക്കുന്നതാണ്. അല്ലാതെ ആരും നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടില്ല എന്നിവിടെ മനസ്സിലാക്കുക. അപ്പോൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കുക. എല്ലാം കൂടെ എടുത്ത് തലയിൽ വെക്കാതിരിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരോഗ്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ പരിഗണിക്കാൻ കൂടെ നിങ്ങൾ നോക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം നിങ്ങൾ മറക്കാതിരിക്കണം. കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതെ, ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയാം. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ അത് വാക്കുകൾ പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയണം. ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മയത്തിൽ പറഞ്ഞാൽ മതി. പക്ഷേ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ വേണം. അത് പറയാതിരിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ക്ലാരിറ്റി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എവിടെയൊക്കെ യെസ് പറയണം, എവിടെയൊക്കെ നോ പറയണം, എന്ത് കാര്യമാണ് വേണ്ടാത്തത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളെ പറ്റിയിട്ടൊന്ന് നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. മറ്റുള്ള ആൾക്കാരെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്, അല്ലാതെ മറ്റുള്ളവരിലല്ല നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടത്. നമുക്കവിടെ ചോയ്സ് ഉണ്ട് എന്ത് വേണം വേണ്ട എന്നുള്ളത്. മറ്റുള്ളവരെ മാറ്റാനായിട്ട് നമ്മൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം അവരുടെ പർപ്പസിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മളാണ് അവിടെ തീരുമാനം എടുക്കേണ്ടത്.
ടു ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിലൊരു പൂർണ്ണതയാണ് വേണ്ടത്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കണ്ടില്ലേ, 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിലൊരു സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരണം. എംപററാണ്, കണ്ടില്ലേ, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയധികം പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത്രയധികം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് എംപറർ വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് വാൻസ് ആണ്. അല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു മാജിക് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ പുറത്തെടുക്കേണ്ട സമയമാണ്. അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടിട്ട് മാറിയിരിക്കേണ്ട ആൾക്കാരല്ല. അതിനെയൊക്കെ മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പവർ തിരികെ കൊണ്ടുവരാനുള്ള സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം എന്ത് കാര്യം ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട്, പക്ഷേ അവിടെ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. എടുത്ത് ചാടി നിങ്ങൾ പറയാതിരിക്കുക. പിന്നെ നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം. കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള ആൾക്കാരാണ്, പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി തകരാറിലാവുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് നന്നാക്കാനായിട്ട് നോക്കുക. നിങ്ങൾ പറയുന്നത് മറ്റുള്ള ആൾക്കാർ എടുക്കുന്നത് വേറെ രീതിക്കായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നിങ്ങളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷേ അത് നിങ്ങളുടെ ആ ഒരു ടോൺ, അല്ലെ നിങ്ങളെ പറയുന്ന ആ ഒരു ശൈലി വെച്ചിട്ട് മറ്റുള്ള ആൾക്കാർ വിചാരിക്കും അത് ഇവർ എന്നെ ഭരിക്കാൻ നോക്കുകയാണ്, മോശമായിട്ടാണ് പറഞ്ഞു തരുന്നത് എന്നുള്ള രീതിയിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ നമ്മുടെ സംസാരം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. 7 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അവബോധത്തോട് ചോദിക്കുക എന്ത് കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. കൺഫ്യൂസ്ഡായി എല്ലാ കാര്യവും നമുക്കുള്ളതായിരിക്കത്തില്ല. വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചൂസ് ചെയ്യാനായിട്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യാനായിട്ട്. അല്ലേ, ലൈഫിൽ പൂർണ്ണത വരാനായിട്ട് പോകുന്നു. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ബോട്ടം വന്നിട്ടുള്ളത് ഡെത്താണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിൽ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കിവിടെ എൻഡ് ആയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം പുതിയൊരു റീബർത്താണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. ലൈഫിലൊരു പൂർണ്ണത, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ലൈഫിലേക്ക് നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്.